Warm welcome again, friends. So we already discussed about human existence, the beginning of human, and in the second theme we already discussed about Mesopotamian civilization, the geography of Mesopotamia, the city life, and the cultural sequence and the trajectories of Mesopotamian civilization. So in this theme, the third theme is about empires, especially the Roman Empire. The Roman Empire was one of the biggest empire in the history of the world. So in this chapter, we will discuss about Roman Empire. So before that, we have to just introduce about empires. Before Roman empires, we have to just introduce slightly about empires. What is an empire? And what are the empires that came after Mesopotamian civilization or Mesopotamian city life? Just like Roman Empire, Greek Empire, Persian Empire, and after that, from the 7th to 15th century till the 15th century, the rule of Islamic world. So, കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഹ്യൂമൻ്റെ എക്സിസ്റ്റൻസ്, രണ്ടാമത്തെ തീമിൽ നാം മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അവിടുത്തെ സിറ്റി ലൈഫ്, മെസപ്പൊട്ടോമിയയുടെ ജിയോഗ്രഫി, അതിൻ്റെ കൾച്ചർ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. ഈ മൂന്നാമത്തതായിട്ട് നാം പഠിക്കുന്ന തീം റോമൻ എംപയറിനെ കുറിച്ചാണ്. ഏകദേശം 3 കോണ്ടിനെൻറ്റുകളിലായിട്ട്, അതായത് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ 3 കോണ്ടിനെൻറ്റുകൾ ആയിട്ട് പരന്നു കിടന്ന അതിവിശാലമായ വലിയ നിലയ്ക്ക് വലിയൊരു ഭൂമിയുടെ വലിയൊരു ശതമാനം കീഴ്പ്പെടുത്തിയ റോമൻ എംപയറിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ആ റോമൻ എംപയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വി ഹാവ് ടു ഗെറ്റ് എ സ്മോൾ ഐഡിയ അബൌട്ട് എംപയർ. സോ നാം എന്ത് ചെയ്യുന്നു, എംപയറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. സോ 6th century BC-യിൽ there was a Iranian subjugation over Assyrian empire. ധാരാളം എംപയറുകളെ കുറിച്ചാണല്ലോ നാം പഠിച്ചു വരുന്നത്. സോ 6th century BC-യിൽ ഇറാനിയൻ എംപയർ എന്ത് ചെയ്തു? അസീറിയൻ എംപയറിനെ, അസീറിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ഈജിപ്ത് തുടങ്ങിയ ധാരാളം ഏരിയകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ജിയോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. അതിന് ഇത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ അവർക്ക് അതിലൂടെ ധാരാളം ബെനിഫിറ്റുകളുണ്ട്. ഒന്നാമത്തേതായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ എംപയറുകൾ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെയാണോ സമ്പത്തുള്ളത്, അല്ലെങ്കിൽ ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണോ ട്രേഡുകൾ കടന്നു പോകുന്നത്, ആ ഏരിയകളെ കണ്ടെത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇറാനിയൻ ഭരണകർത്താക്കൾക്ക് എന്താണ് കിട്ടിയത്? അവർക്ക് ഓവർലാൻഡ് ട്രേഡ്, ആൻഡ് സീ റൂട്ട് ട്രേഡ്. ഓവർലാൻഡ് ആൻഡ് സീ റൂട്ട് ട്രേഡിലുള്ള ആധിപത്യം ഉറപ്പിക്കുവാൻ സാധിച്ചു. അതേപോലെ തന്നെയുള്ള മറ്റൊരു എംപയറാണ് ഇറാൻ നാം പറഞ്ഞു. അതേപോലെ മറ്റൊരു എംപയറാണ്, ഇപ്പോൾ നാം ഇറാനെ കുറിച്ച് നാം പറഞ്ഞു. രണ്ടാമത്തെ ഒരു എംപയറാണ് ഗ്രീക്ക് എംപയർ. അതായത് 2 പ്രധാനപ്പെട്ട ഒരു സിറ്റി സ്റ്റേറ്റുകളാണ് അന്നത്തെ ഗ്രീസിനുണ്ടായിരുന്നു. ഒന്ന് ഏതൻസ്, 2 സ്പാർട്ട.
നാം എല്ലാവരും ധാരാളം കഥകളിലും സിനിമകളിലും മറ്റുമായിട്ട് ഡോക്യുമെൻ്ററീസിലൊക്കെ ആയിട്ട് നാം കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഗ്രീക്ക്, അല്ലെങ്കിൽ പണ്ടത്തെ ഗ്രീസ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള ദ ഗ്രേറ്റ് അലക്സാണ്ടർ, അദ്ദേഹത്തിന് നാം എല്ലാവരും ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഏകദേശം 4th BC, ദ ലേറ്റ് ഓഫ് 4th BC, അലക്സാണ്ടർ he invaded North Africa and West Asia, and even he came to Bees. Bees is around our Punjab. Right now that Punjab lies in Pakistan. അതായത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ പ്രവിശ്യ സ്ഥലമായിട്ടുള്ള ബീസിൽ വരെ ആര് വന്നിട്ടുണ്ട്? അലക്സാണ്ടർ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനികർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഇനി ഞങ്ങൾക്ക് പടവെട്ടാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം, തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകണം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കീഴടക്കലുകളെല്ലാം നിർത്തിവെച്ചു. അദ്ദേഹം കീഴടക്കിയ പ്രദേശം വാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ, വലിയൊരു ഏരിയയാണ് അദ്ദേഹം കീഴടക്കിയിട്ടുള്ളത്, വലിയൊരു ഏരിയ കീഴടക്കി. പക്ഷേ ആ ഏരിയ കീഴടക്കിയതിനൊപ്പം അദ്ദേഹം അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൾച്ചറും അദ്ദേഹം ഉണ്ടാക്കിയല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായി തീർന്നിട്ടുണ്ട് ഒരു കൾച്ചർ. അദ്ദേഹം കീഴടക്കിയ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക നിലയ്ക്കുള്ള ഒരു കൾച്ചർ, അതായത് അന്നത്തെ ഗ്രീക്കുകാരെ വിളിച്ചുകൊണ്ടിരുന്നവരെ ഹെലൻസ് എന്നായിരുന്നു. അപ്പോൾ അന്നുള്ള അദ്ദേഹം കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം ഹെലനൈസ്ഡ് കൾച്ചർ ഉണ്ടായി. ഹെലനൈസ്ഡ് കൾച്ചർ, മറക്കരുത്, ഹെലനൈസ്ഡ്. അവിടെ ഹെലനൈസ്ഡ് കൾച്ചർ ഉണ്ടായി, അതായത് ഗ്രീക്ക് കൾച്ചർ ഉണ്ടായി. അപ്പോൾ നാം ഇറാനെ പറഞ്ഞു, ഗ്രീക്ക് പറഞ്ഞു. അടുത്ത മൂന്നാമത്താണ് റോം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റോമിനെ കുറിച്ചാണ്. സോ റോം ഈസ് എ സെൻട്രൽ ഇറ്റാലിയൻ സിറ്റിയാണ് റോം. സോ നമുക്ക് എലക്ഷനെ കുറിച്ചുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഇലക്ടറൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ആദ്യമായിട്ടുള്ള ചെറിയ ഐഡിയകളൊക്കെ കിട്ടിയിട്ടുള്ളത് റോമിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും അറിയപ്പെട്ടിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് റോമിലെ ജൂലിയസ് സീസർ. അതായത് അദ്ദേഹം ധാരാളം കീഴടക്കലുകളും ഇതൊക്കെ നടത്തിയിട്ടുള്ള വളരെ വലിയ പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. അങ്ങനെ റോം അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള കാലത്ത് അവരുടെ ഏരിയ, ദ ജിയോഗ്രഫിക്കൽ ഏരിയ വാസ് പ്രസൻറ്റ് ഡേ UK ആൻഡ് ജർമ്മനി. ഇന്നത്തെ കാലത്തെ പ്രസൻറ്റ് ഡേയിലുള്ള UK മുതൽ ജർമ്മനി വരെയുള്ള പ്രദേശത്തൊക്കെ അന്നത്തെ റോമൻ എംപയർ ആയിരുന്നു. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത അവിടുത്തെ ലാംഗ്വേജ് വാസ് ലാറ്റിൻ. അങ്ങനെ അതിലിപ്പം സീസറിൻ്റെ പേരുമാണ്. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു കോൺസ്റ്റന്റൈൻ. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കോൺസ്റ്റന്റൈനാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയും അത് സ്റ്റേറ്റിൻ്റെ മതമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ആൾ കോൺസ്റ്റന്റൈനാണ്. ഫ്രം ദ 4th BC ഓൺവേർഡ്സ് റോം ബിക്കെയിം എ ക്രിസ്ത്യൻ കൺട്രി. അവിടുത്തെ ഒഫീഷ്യൽ റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയായി മാറി. അങ്ങനെ റോം പ്രധാനമായിട്ട് 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഒന്നാമത്തത് ഈസ്റ്റേൺ, രണ്ടാമത്തത് വെസ്റ്റേൺ. റോം 2 ഏരിയ ആയിട്ട്, ഈസ്റ്റ് വെസ്റ്റ്, ഈസ്റ്റേൺ റോമും വെസ്റ്റേൺ റോമും. ഇതിൽ തന്നെ വെസ്റ്റേൺ റോമിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 6ഉം 7ഉം സെഞ്ചുറികളായപ്പോൾ ധാരാളം ട്രൈബ്സ്, ജർമാനിക് ട്രൈബ്സ് എന്ന് പറയും, ഗോത്സ്, വിസിഗോത്സ്, വാണ്ടൽസ് തുടങ്ങിയ ട്രൈബുകൾ ഇവരെ അതിക്രമിക്കുവാൻ തുടങ്ങുകയും വെസ്റ്റേൺ റോമിനെ അതിക്രമിക്കാൻ തുടങ്ങുകയും ലാസ്റ്റ് ഈ റോമൻ എംപയർ ഇല്ലാതാവുകയും ചെയ്തു. റോമൻ എംപയർ കൊളാപ്സ്ഡായി ബൈ ദ കണ്ടിന്യൂസ് ഇൻവേഷൻ ഓഫ് Germanic tribes just like Goths, Visigoths, Vandals. The Western Roman Empire collapsed by the 7th century. From the 7th century onwards,
there was a greater challenge to the world empires, that was Arab Empire or Islamic Empire. സോ അറബ് എംപയർ, അതായത് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരികയും അതിനുശേഷം ഇസ്ലാം പേർഷ്യൻ എംപയറിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ഏഷ്യയിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് പോവുകയും ഏകദേശം 7 മുതൽ 14 നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട എംപയറായിരുന്നു അറബ് എംപയർ. അറബ് എംപയർ വളരെ പ്രധാനപ്പെട്ട ഒരു എംപയറായിരുന്നു. അങ്ങനെ ഉള്ള ഒരു പ്രധാനപ്പെട്ട എംപയറിൻ്റെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ധാരാളം നാം ട്രൈബുകളെ കുറിച്ച് പറഞ്ഞു. ജർമാനിക് ട്രൈബാണ് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പതനത്തിന് കാരണമെങ്കിൽ ധാരാളം തുർക്കിക് ട്രൈബുകൾ എന്ത് ചെയ്തു, ഈ പ്രോസ്പെരിറ്റിയൊക്കെ കണ്ടിട്ട് ആക്രമിക്കുവാനും ഒക്കെ തുടങ്ങി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് മംഗോൾസിൽ തന്നെ നാം പ്രധാനപ്പെട്ട കേട്ടിട്ടുള്ള ഒരാളുണ്ട്, ചെങ്കിസ് ഖാനാണ് ഇന്നത്തെ യൂറോപ്പ്, സെൻട്രൽ ഏഷ്യ, ചൈന, വെസ്റ്റ് ഏഷ്യ തുടങ്ങിയ ധാരാളം രാജ്യങ്ങളിൽ പടയാട്ടം നടത്തുകയും ജയിച്ചിട്ട് ഉള്ള ഒരു വലിയൊരു പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഇവർക്ക് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൺട്രോൾ ഓവർ ട്രേഡ് നെറ്റ്വർക്ക്. വിവിധ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രേഡ് നെറ്റ്വർക്കുകളിലേക്കുള്ള ഒരു അപ്പർ ഹാൻഡ് ഇവർക്ക് കിട്ടുക എന്നുള്ളതാണ് ഈ പറയുന്ന എല്ലാ ആക്രമണങ്ങളിലെയും ഒരു മുഖ്യമായിട്ടുള്ള കാരണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കുറേ കാലങ്ങളിലേക്കുള്ള നീണ്ട കാലത്തേക്കുള്ള എക്കോണമിക് സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. സോ ഇങ്ങനെയൊക്കെ ഉള്ള ധാരാളം ഈ എംപയറിൽ പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ ഒരേ സമയത്ത് ഉണ്ടാവുകയുണ്ടായി. ഒരേ സമയത്തല്ല, പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ കാലാന്തരങ്ങൾക്കുള്ളിൽ വ്യാപിക്കുകയുണ്ടായി. അതായത് പേർഷ്യൻ ഭാഷ, ഗ്രീക്ക്, ലാറ്റിൻ ആൻഡ് അറബിക്, ഈ 4 ഭാഷകൾ കാലാന്തരങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന വലിയൊരു ഭൂപ്രദേശത്ത് വ്യാപിക്കുകയുണ്ടായി. സോ വി ഓൾറെഡി സെഡ് ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് റോമൻ എംപയർ. സോ please have a look on the title, an empire across 3 continents. The author didn't said is just like Roman Empire, but in a very interesting way, in a very charming way, the author said an empire across 3 continents. So right now we are going to analyze about Roman Empire, how the empire organized, and what are the political forces behind the Roman Empire, and what are the social stratification, what are the social groups, how the community, how the society divided, and what are the cultures, what are the peculiarity of cultures, and what are the languages, and moreover what kind of economy Rome have, and on the last, what is the cause of decline of Roman Empire. So these are the some important aspects of the whole chapter. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, റോമൻ എംപയർ എന്നതിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. പക്ഷേ ഈ ടൈറ്റിലിൽ ഒരിക്കലും റോമൻ എംപയർ എന്നില്ല, മറിച്ച് പറഞ്ഞിട്ടുള്ളത് ആൻ എംപയർ അക്രോസ് ദ 3 കോണ്ടിനെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 കോണ്ടിനെൻറ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന എംപയർ. ഏതൊക്കെയാണ് 3 കോണ്ടിനെൻറ്റ്? ഏതൊക്കെയാണ്? ആദ്യമായിട്ട് ഏഷ്യ ഉണ്ട്, രണ്ടാമതായിട്ട് ആരുണ്ട്? ആഫ്രിക്ക ഉണ്ട്, മൂന്നാമതായിട്ട് യൂറോപ്പ്. ഈ 3 കോണ്ടിനെൻറ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏർലി എംപയർ ആണ് റോമൻ എംപയർ. അപ്പോൾ ഈ ചാപ്റ്ററുകളിൽ നാം പഠിക്കാൻ പോകുന്നത് അവിടുത്തെ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കുവാൻ അതിന് ആദ്യം സോഴ്സസുകൾ കിട്ടണം. സോ ദ സോഴ്സസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. when it comes to recreation or when it comes to the study of history, sources are the essential tools. So the sources,
for Roman Empire is, എവിടെ നിന്നാണ് റോമൻ എംപയറിനെ കുറിച്ചുള്ള സോഴ്സസുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, ആരൊക്കെയാണ് റോമൻ എംപയറിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്, എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സസ് ഫോർ റോമൻ എംപയറിനെ കുറിച്ച് ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ള സോഴ്സസുകൾ 3 ഇനം സോഴ്സസുകൾ ആണുള്ളത്. ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ടെക്സ്റ്റുകളുണ്ട്, രണ്ടാമതായിട്ട് ഡോക്യുമെൻസുകളുണ്ട്, മൂന്നാമതായിട്ട് മെറ്റീരിയൽ റിമെയിൻസ് ഉണ്ട്. മൂന്നിനും സോഴ്സസുകളാണുള്ളത്. ഫസ്റ്റ് ടെക്സ്റ്റുകൾ അങ്ങനെയാണ് സോഴ്സസുകൾ ആകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ടെക്സ്റ്റുകളിൽപ്പെട്ട അന്നാൾസ്. എക്സാമിന് ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ഇതാണ്. അന്നാൾസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും എഴുതി വെക്കുന്ന ചരിത്രങ്ങൾ. ഇയർ ബൈ ഇയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് ഓരോ ഇയറിലും എഴുതി വെക്കുന്ന അന്നാൾസ്, അങ്ങനത്തെ ടെക്സ്റ്റുകൾ. പിന്നെ ഹിസ്റ്ററി ഓഫ് ആ ടെക്സ്റ്റിന് ഉദാഹരണമാണ്, അടുത്ത ഉദാഹരണമാണ് ഹിസ്റ്ററി ബൈ കണ്ടംപററീസ്. അന്നത്തെ ഹിസ്റ്റോറിയൻസ്, അന്നത്തെ ആളുകൾ എഴുതിയിട്ടുള്ള ഹിസ്റ്ററികൾ. മറ്റൊരു ഉദാഹരണമാണ് ലെറ്റേഴ്സ്, സ്പീച്ചസ്, സെർമൺസ്, ലോസ്, പിന്നെ തുടങ്ങിയ ധാരാളം ഉദാഹരണങ്ങൾ ടെക്സ്റ്റൽ സോഴ്സസിന് ഉദാഹരണമാണ്. സോ നെക്സ്റ്റ്ലി ദ ഡോക്യുമെൻറ്റ്സ്. വാട്ട് ആർ ദ documents that will help us to recreate the Roman history, the history of Rome? Just like inscription. First one is inscriptions. The inscription may be in 2 languages, just like Greek and Latin. ഇനി എന്തിലാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിരുന്നത്? പാപ്പറസ് സ്റ്റഡികൾ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. പക്ഷെ ആ പാപ്പറസ് സ്റ്റഡികൾ ഉപയോഗിച്ചിട്ട് അതിനെ എഴുതുന്ന ആളുകൾക്ക് പറയുന്ന പേര് പാപ്പറോളജിസ്റ്റ് എന്നാണ്. എന്നാണ് അവർ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ സോഴ്സാണ് മെറ്റീരിയൽ റിമെയിൻസ്. അതായത് അന്നുണ്ടായിരുന്ന ബിൽഡിങ്ങുകളുടെ റിമെയിനിങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന പോട്ടറികളുടെ അവിടെ അവരുപയോഗിച്ചിരുന്ന കോയിൻസിൻ്റെ റിമെയിനിങ്, ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലയ്ക്കുള്ള റിമെയിനിങ്ങുകൾ. അപ്പോൾ 3 സോഴ്സസുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡോക്യുമെൻറ്റ്സ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് മെറ്റീരിയൽ റിമെയിൻസ്. സോ വൺസ് അഗൈൻ വി ഹാവ് ടു come back to the Roman Empire. So we already said, ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം, അതായത് ഏകദേശം 7-ാം നൂറ്റാണ്ട് വരെയും 2 പവർഫുൾ ആയിട്ടുള്ള എംപയേഴ്സാണ് ഉണ്ടായിരുന്നത്. യൂറോപ്പ് ആവട്ടെ, നോർത്ത് ആഫ്രിക്ക ആവട്ടെ, മിഡിൽ ഈസ്റ്റ് ആവട്ടെ. യൂറോപ്പിലും നോർത്ത് ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും അവിടെയൊക്കെ ക്രിസ്തുവിന് AD 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ പ്രധാനപ്പെട്ട 2 എംപയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഫസ്റ്റ് വൺ ഈസ് റോം, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പേർഷ്യൻ എംപയർ, ഇറാൻ എംപയർ. സോ ഓഫ് കോഴ്സ് ദീസ് ആർ ദ റൈവൽസ്, ദീസ് ആർ ദ എനിമീസ്. സംടൈംസ് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു ബാറ്റിൽ. ഇവരെന്താണെങ്കിലും എനിമീസാണ്. സോ ഇനി ഇവരെക്കുറിച്ചുള്ള ഇവരുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് അത് നമുക്കൊന്ന് കിട്ടണം. എവിടെയൊക്കെയായിരുന്നു ഇവരുടെ ജിയോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഈ 2 കിണ്ടത്തിനെയും മുറിച്ചിരുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്തിരുന്നത് യൂഫ്രട്ടീസ് റിവറാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. യൂഫ്രട്ടീസ് റിവർ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് 2നെയും സെപ്പറേറ്റ് ചെയ്തിരുന്നത് യൂഫ്രട്ടീസ് റിവർ ആയിരുന്നു. പിന്നെ ഇനി നമുക്ക് റോമിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ, റോമിൻ്റെ എവിടെയൊക്കെയാണ് റോമിൻ്റെ അതിർത്തികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, റോം ഡൊമിനേറ്റഡ് മെഡിറ്ററേനിയൻ. നോർത്ത് ഓഫ് മെഡിറ്ററേനിയൻ, അതായത് ഇന്നത്തെ സ്പെയിൻ റോമിന് കീഴിലായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ, സ്പെയിൻ ടു സിറിയ,
സ്പെയിൻ ടു സിറിയ, ഈ വലിയൊരു ജിയോഗ്രഫിക്കൽ സ്ഥലം റോമിൻ്റെ കീഴിലായിരുന്നു. പക്ഷെ ഇനി നോർത്തേൺ സൈഡ് ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈൻ ആൻഡ് ഡാനൂബിൻ്റെ യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട 2 നദികളാണ് റൈൻ ആൻഡ് ഡാനൂബ്. ഈ 2 നദികളും റോമിൻ്റെ കീഴിലായിരുന്നു. ഇനി അതിൻ്റെ സൗത്ത് ഭാഗത്തുള്ള അതിർത്തി സഹാറയാണ്. സഹാറ ഡെസേർട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി ഇറാൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇറാൻ സൗത്ത് ഓഫ് കാസ്പിയൻ, എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കാസ്പിയൻ സീ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും കാസ്പിയൻ ലേക്ക് എന്നും പറയപ്പെടാറുണ്ട്. അതായത് കാസ്പിയൻ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗത്തായിട്ടുള്ള സ്ഥലമാണ് ഇറാൻ. അപ്പോൾ സൗത്ത് ഓഫ് കാസ്പിയൻ ഇറാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഫ്ഗാനിസ്ഥാൻ വരെയുള്ള വലിയൊരു പ്രദേശം അന്നത്തെ പേർഷ്യൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. ആൻഡ് ഈസ്റ്റേൺ അറേബ്യ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള വലിയൊരു പ്രദേശം അന്നത്തെ പേർഷ്യൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. സോ നമുക്ക് മറ്റൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഈ 2 എംപയേഴ്സ്, റോം ആൻഡ് ഇറാനിയൻ എംപയേഴ്സ്, കൺട്രോൾ ദ മോസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇതിനെ ചൈനീസ് ഭാഷയിൽ അന്നത്തെ ചൈനക്കാർ പറഞ്ഞിരുന്നത് ടാ ചിൻ എന്നാണ്. ഇതിന് പറഞ്ഞ പേര് ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കോളൂ. ടാച്ചിൻ, ദ ഗ്രേറ്റർ വെസ്റ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ 2 എംപയർ ഒരുമിച്ചിട്ടുള്ള അന്നത്തെ ഇവരുടെ പ്രവിശാലമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയാസിനെ കുറിച്ച് അന്നത്തെ ചൈനയിൽ നിന്നുള്ള ഒരു വേർഡ് ടാച്ചിൻ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഗ്രേറ്റർ വെസ്റ്റ് എന്നുള്ളതാണ്. സോ നൗ വി ഹാവ് ടു ഹാവ് ആൻ ഐഡിയ ഓൺ ദ ഏർലി എംപയർ. So we already told that for Rome there is a 2 phases. Roman Empire have 2 phases. The first one is early empire and the second one is later empire. Early and later. Early empire means till the 3rd century വരെയുള്ളതിനാണ് ഏർലി എംപയർ എന്ന് പറയുന്നത്. 3ാം സെഞ്ചുറി വരെയുള്ള റോമൻ എംപയറിൻ്റെ ആ പീരീഡിനെ സൂചിപ്പിക്കാനാണ് ഏർലി എംപയർ എന്ന് പറയുന്നത്. 3ാം സെഞ്ചുറിക്ക് ശേഷം 3 to 7 വരെയുള്ള ഒരു കാലത്തിനെ സൂചിപ്പിക്കാനാണ് ലേറ്റർ എംപയർ എന്ന് പറയുന്നത്. സോ ഇനി ഇതിൽ തന്നെ ലേറ്റർ എംപയറിനെ കുറിച്ച് നമുക്ക് ശേഷം പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഏർലി എംപയറിൽ തന്നെയുള്ള പണ്ടത്തെ പ്രധാനപ്പെട്ട എംപയർ ആയിരുന്നല്ലോ പേർഷ്യ. ആ പേർഷ്യയും റോമൻ എംപയറും തമ്മിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പേർഷ്യയും റോമൻ എംപയറും തമ്മിലുള്ള പ്രധാനപ്പെട്ട മേജർ ഡിഫറൻസസ്. പേർഷ്യൻ എംപയർ ആൻഡ് റോമൻ എംപയർ. ദ ഫസ്റ്റ് വൺ ഈസ് റോമൻ എംപയർ വാസ് കൾച്ചറലി ഡൈവേർജൻറ്റ്. കൾച്ചറലി ഡൈവേർജൻ്റ് ആയിരുന്നു റോമൻ എംപയർ. പക്ഷെ അതേസമയത്ത് ഇറാനിയൻ എംപയറോ അവിടെ ഇത്ര ഈ പറയുന്ന ഡൈവേർജൻസ് ഇല്ല. കൾച്ചറലി റോമൻ എംപയർ വിവിധ തരത്തിലുള്ള മനുഷ്യന്മാരെയും ധാരാളം ആളുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമതായിട്ടുള്ള ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. റോമൻ എംപയറിൽ വ്യത്യസ്ത നിലയ്ക്കുള്ള പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. വിവിധ തരക്കാരും വിവിധ ആളുകളും ഉണ്ടായിരുന്നു. അതായത് ഇറാനിയൻ എംപയറിൽ മോസ്റ്റ്ലി ഇറാനിയൻ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്.
അതായത് റോമൻ എംപയർ ഡിഫറൻ്റ് ആണ് എങ്കിലും ദേ ബൗണ്ടഡ് ബൈ എ കോമൺ സിസ്റ്റം ഓഫ് ഗവേണൻസ്. ബൗണ്ടഡ് ബൈ എ കോമൺ സിസ്റ്റം ഓഫ് ഗവേണൻസ്. വിവിധ തരത്തിലുള്ള വിവിധ കൾച്ചറൽ റെപ്രസെൻറ്റേഷനുള്ള വിവിധ പോപ്പുലേഷൻ സിമെട്രികൾ ഉള്ള ആളുകളാണെങ്കിലും ദേ വെയർ ബൗണ്ടഡ് ബൈ എ കോമൺ സിസ്റ്റം ഓഫ് ഗവേണൻസ്. അതിൻ്റെ കീഴിലായിരുന്നു എന്ത് റോമൻ സിസ്റ്റം ഉണ്ടായിരുന്നത്. പിന്നെ മറ്റൊന്ന് നാലാമതായിട്ടുണ്ടായിരുന്ന ഒരു സാധനം, അവിടെ വ്യത്യസ്ത നിലക്കുള്ള ലാംഗ്വേജസ്, വിവിധ നിലക്കുള്ള ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ്, വിവിധ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. ബട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് വെയർ Latin and Greek. The upper class of Eastern Roman Empire, they use Greek, and the upper class of Western Roman Empire, they use Latin. അതൊന്ന് മനസ്സിലാക്കുക. വ്യത്യസ്ത ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിരുന്നു റോമനും ഗ്രീക്കും ലാറ്റിനും. അതിൽ തന്നെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഈസ്റ്റേൺ റോമൻ എംപയറിലുള്ള ആളുകൾ സംസാരിച്ചിരുന്നത് ഗ്രീക്ക് ആയിരുന്നെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയറിലുള്ള ആളുകൾ സംസാരിച്ചിരുന്നത് ലാറ്റിൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള പേർഷ്യൻ എംപയറും റോമൻ എംപയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത് എക്സാമിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ എംപയർസിനെ കുറിച്ചാണ്, പ്രധാനപ്പെട്ട എംപയറുകളെ കുറിച്ച് സംസാരിച്ചു. റോമൻ, ഗ്രീക്ക്, പേർഷ്യൻ, ഇസ്ലാമിക്, അറബ് വേൾഡ്സിനെ കുറിച്ച് നാം സംസാരിച്ചു. അതിനുശേഷം എന്തുകൊണ്ടാണ് നാം റോമൻ എംപയർ, അതായത് 3 കോണ്ടിനെൻസിൽ ഉള്ള ഒരു എംപയർ ആണ് എന്ന് പറഞ്ഞു നാം. അവിടെയുള്ള പ്രത്യേകതകൾ, അവിടെ കൾച്ചറലി, അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചും അവരുടെ ലാംഗ്വേജിനെ കുറിച്ചും മറ്റും നിരവധി കാര്യങ്ങൾ നാം ചെറുതായിട്ട് ചർച്ച ചെയ്തു. അതിൽ തന്നെ ഇനി നാം റോമൻ എംപയറിലേക്ക് ചെറുതായിട്ട് സ്ലൈറ്റ്ലി നാം കടന്നു. അതായത് 2 നിലയ്ക്കുള്ള റോമൻ എംപയർ ഉണ്ട്. അതായത് 3rd സെഞ്ച്വറി മുമ്പും 3rd സെഞ്ച്വറി ടു 7th സെഞ്ച്വറി വരെയുള്ള ഒരു എംപയർ ഉണ്ട് എന്ന് നാം പറഞ്ഞു. അതിനുശേഷം നാം ലാസ്റ്റായിട്ട് പറഞ്ഞു ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറാനിയൻ ആൻഡ് റോമൻ എംപയർസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങളെല്ലാവരും ഇത് അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാതെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് വളരെയധികം സഹായകരമായിട്ടുള്ള പോയിന്റുകളാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.